ഹലോ, ഇന്ന് നമുക്ക് ഈസ്റ്റർ ആണല്ലേ. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ഈസ്റ്റർ. അപ്പോൾ ഈസ്റ്റർ ആയിട്ട് ഇന്നൊരു മട്ടൻ ബിരിയാണിയുടെ റെസിപ്പി നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 6 സവാള നന്നായിട്ടൊന്ന് തൊലി കളഞ്ഞ് കഴുകി ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ സവാള നമുക്ക് നന്നായിട്ട് കനം കുറച്ച് തന്നെ അരിഞ്ഞെടുക്കണം, കാരണം ഫ്രൈ ചെയ്തെടുക്കാനുള്ള സവാളയാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കനം കുറച്ച് ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂണോളം നമ്മുടെ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ സവാള ചേർത്ത് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ സവാള 2-3 വട്ടമായിട്ട് ചേർത്ത് കൊടുത്താണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ അധികം ഒഴിച്ചിട്ട് എല്ലാ സവാളയും കൂടി ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മുടെ സവാള ഇവിടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് കോരി മാറ്റി വയ്ക്കാം. എന്നിട്ട് ആ വെളിച്ചെണ്ണയിലോട്ട് തന്നെ ഞാനിവിടെ ഒരു 10-12 കാഷ്യൂ നട്ട്സ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്തതിന് ശേഷം അതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഇവിടെ കുറച്ച് മുന്തിരി കൂടി ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ കറുത്ത മുന്തിരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വെളുത്ത മുന്തിരി ഇടണമെങ്കിൽ അത് ഇട്ടാണെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് കറുത്ത മുന്തിരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കരിഞ്ഞു പോകാതെ പ്രത്യേകം സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇത് ഫ്രൈ ആയി വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് വറുത്ത് കോരി വയ്ക്കാം. അപ്പം മുൻപ് നമ്മൾ വറുത്ത് വെച്ച സവാളയുടെ കൂടെ തന്നെ ഈ കാഷ്യൂ നട്ട്സും മുന്തിരിയും കൂടി ഞാൻ കോരി മാറ്റി വയ്ക്കുന്നുണ്ട്. നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇനി അടുത്ത പണി മട്ടൻ കറി വെക്കലാണ്. അപ്പോൾ അത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1.5 കിലോനോളം മട്ടനാണ് എടുത്തിരിക്കുന്നത്. മട്ടൻ നന്നായിട്ട് തന്നെ കഴുകി ഒരു കുക്കറിൽ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വേവിക്കാൻ ആവശ്യമായ സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1.5 ടേബിൾ സ്പൂണോളം ഉപ്പ്, ഒരു 1/2 ടീസ്പൂണോളം വിനാഗിരി കൂടി ചേർത്തിട്ടുണ്ട്. വിനാഗിരി ചേർത്ത് കഴിയുമ്പോൾ ആടിൻ്റെ ആ ഉളുമ്പ് മണമൊക്കെ മാറിക്കിട്ടും. അതിനുശേഷം അതൊന്ന് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കുക്കറിൽ. ഇനി നമുക്ക് കറി വയ്ക്കാനായിട്ട് ഒരു 2 തക്കാളി വലുത് അരിഞ്ഞെടുത്തത്, പിന്നെ ഒരു 3 പച്ചമുളക് കട്ട് ചെയ്തെടുത്തത്, ഒരു 10 ചുള വെളുത്തുള്ളി ചതച്ചെടുത്തത്, ഒരു വലിയ ഇഞ്ചി ചതച്ചെടുത്തത്, ഒരു 3 തണ്ട് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്, 2.5 ടേബിൾ സ്പൂൺ തൈര്, പുളിയില്ലാത്തത് തന്നെ വേണം, പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി, ഒരു ടേബിൾ സ്പൂണോളം ഗരം മസാല. ഇത്രയും ഐറ്റം എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ വറുത്ത് കോരിയ ചട്ടിയിൽ തന്നെ കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചതിന് ശേഷം പിന്നെ ഒരു 5 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കാൻ പാടില്ല, സൺഫ്ലവർ ഓയിൽ തന്നെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിൽ തന്നെ ഇതിന് വേണ്ടി ഉപയോഗിക്കണം, വെളിച്ചെണ്ണ ഒഴിക്കാൻ പാടില്ല കേട്ടോ. ഇനി നമുക്കതിലേക്ക് ഒരു 3-4 കറുവാപ്പട്ട നുറുക്കിയതും, ഒരു 6-7 കുരുമുളക്, ഒരു 2 ഏലക്ക, പിന്നെ ഒരു 2 ഗ്രാമ്പു, ഇത്രയും സാധനങ്ങളും കൂടി ചേർത്ത് കൊടുത്ത് അതും കൂടി ഇതിലൊന്ന് നന്നായിട്ട് ഫ്രൈ ആയി വരണം. അപ്പോൾ ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയി ആ മണമൊക്കെ ഒന്ന് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നില്ല, കാരണം ഞാൻ അത് കാണിച്ചപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് പൊടികളും കൂടി ചേർത്ത് ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നൊരു ബിരിയാണിയാണ്. അപ്പോൾ ടേസ്റ്റിയുമാണ്. ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ ഇന്ന് ഈസ്റ്റർ ആയിട്ട് അപ്പോൾ ഇത് പച്ചമുളകൊക്കെ മാറി നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പച്ചമുളകും നമ്മുടെ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അതും ഒന്ന് വഴറ്റി യോജിപ്പിക്കണം കേട്ടോ. നമുക്കിനി അതിലേക്ക് അരിഞ്ഞു വെച്ച മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. പുതിനയില ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഞാനത് ചേർത്തിട്ടില്ല, മല്ലിയില മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അതുകൂടി ചേർത്തതിന് ശേഷം നമുക്ക് മുൻപ് വറുത്ത് കോരി വെച്ച സവാള കൂടി ചേർത്ത് കൊടുക്കാം. മുഴുവൻ സവാള ഞാൻ ഇടുന്നില്ല, കുറച്ച് നമുക്ക് റൈസിലേക്ക് വേണം. അപ്പോൾ കുറച്ച് സവാള ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അതും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. സവാള ഞാനിവിടെ പൊടിച്ചൊന്നും എടുത്തിട്ടില്ല, അങ്ങനെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് വേവിച്ച് വെച്ച മട്ടൻ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ. മട്ടൻ വേവിച്ചപ്പോൾ ഞാനിതിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് നമുക്ക് കറിയിൽ നോക്കണം.
ആവശ്യമെങ്കിൽ പിന്നീട് ഇട്ട് കൊടുക്കാമല്ലോ. കൂടിപ്പോയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടാണ് വേവിച്ചിരിക്കുന്നത്. കറി അതിലേക്ക് മട്ടനും കൂടി ചൊരിഞ്ഞ് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കതിലേക്ക് തൈര് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം തൈരാണ് ഞാൻ ഇതിലേക്ക് ചേർത്തത്. 2.5 ടേബിൾ സ്പൂൺ തൈര് ഞാൻ എടുത്തിരുന്നു. പക്ഷേ 2 ടേബിൾ സ്പൂൺ തൈര് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതുകൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. തൈര് പുളിയില്ലാത്തത് തന്നെ എടുക്കണം കേട്ടോ. ഇപ്പോൾ കറി നന്നായിട്ട് ഇവിടെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഉപ്പ് ആവശ്യത്തിനുള്ളതുകൊണ്ട് ഇനി ഞാൻ ചേർക്കുന്നില്ല. കറി ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഇനി നമുക്ക് റൈസ് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1.5 കിലോനോളം ബസ്മതി അരി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരി കുതിർത്തൊന്നും വെച്ചിട്ടില്ല. അത് നന്നായിട്ട് കഴുകിയെടുക്കണം. ഇനി ഞാനിവിടെ ഒരു 3 ലിറ്ററോളം വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 3 കഷ്ണം കറുവാപ്പട്ട, ഒരു 6 കുരുമുളക്, 2 ഏലക്ക, ഒരു 2 ഗ്രാമ്പു, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ്, ഇത്രയും സാധനങ്ങൾ ചേർക്കുന്നുണ്ട്. പിന്നെ നാരങ്ങാനീര്, ഒരു 1/4 ഗ്ലാസോളം നാരങ്ങാനീര്, ഇത്രയും സാധനങ്ങൾ ചേർത്ത് നന്നായിട്ട് കുരുമുളക് കൊടുക്കുന്നുണ്ട്. 2-3 ഗ്രാമ്പു, ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിനല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നീട് ഉപ്പ് വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് അരി ഇടാം. അരി നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചോറ് ഇവിടെ വെന്ത് വരുന്ന സമയത്ത് ഒരു ചെറുനാരങ്ങ കൂടി ഉണങ്ങിയത് ചേർത്ത് കൊടുത്തു. ഇപ്പോൾ ചോറ് വെള്ളം പറ്റി ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയാണ് വെള്ളത്തിൽ കലക്കി ഇവിടെ ചേർത്തിരിക്കുന്നത്, കളറിന് വേണ്ടിയിട്ട്. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇപ്പോൾ ഇവിടെ നമ്മുടെ ചോറും കറിയും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് ഉള്ളൊരു മട്ടൻ ബിരിയാണിയാണ്. വളരെ ഈസി ആയിട്ട് തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.